നമസ്കാരം. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഓർഗാനിക് ഗ്രോവർ കോഴ്സിന്റെ ഫീൽഡ് വിസിറ്റിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ബിനു പോൾ, സേനാപതി മാർബേസിൽ സ്കൂളിലെ അധ്യാപകനാണ്. ഇന്ന് നമ്മൾ പോകുന്നത് വിശേഷപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ്. ആലുവ പാലസിന്റെ മറുകരയിലുള്ള സ്റ്റേറ്റ് സീഡ് ഫാമിലേക്ക്. ഇതിന് രണ്ട് പ്രത്യേകതകളുണ്ട്. ഒന്ന്, ഇന്ത്യയിലെ ആദ്യത്തെ ഓർഗാനിക് സീഡ് ഫാമാണ് ആലുവയിലുള്ളത്. രണ്ടാമത്, 3 സൈഡും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഐലൻഡിന് സമാനമാണ് ഈ സീഡ് ഫാം. ഒന്നുമല്ലെങ്കിൽ നമുക്ക് ആലുവ പാലസിന്റെ പുറകിൽ നിന്നും ഫെറി വഴിയോ അല്ലെങ്കിൽ റെയിൽവേ ട്രാക്ക് വഴി നടന്നോ ഒക്കെ മാത്രമാണ് ഇവിടെ എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇന്ന് കണ്ട് മനസ്സിലാക്കണം. അതിനായിട്ട് നമുക്ക് കാണേണ്ടത് ഇവിടുത്തെ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ ലിസി മാഡത്തെയാണ്. മാഡത്തോട് നമുക്ക് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ഓർഗാനിക് ഫാമിംഗ് എങ്ങനെ വിജയകരമായി അവിടെ നടപ്പിലാക്കുന്നു എന്ന് നമുക്ക് കണ്ട് തിരിച്ചറിയാം. അപ്പോൾ പോകാം, വരൂ, എല്ലാവരും വരും, കമോൺ. നമ്മളിപ്പോൾ നിൽക്കുന്ന ആലുവ പാലസിന് മുമ്പിലാണ്. വർഷങ്ങൾ പഴക്കമുള്ള ആലുവ പാലസ്, അതിപുരാതനമായിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ആലുവ പാലസ്. ഇതിന്റെ മറുകരയിലുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ഓർഗാനിക് ഫാമിങ്ങിലെ ഫസ്റ്റ് ഓർഗാനിക് സീഡ് ഫാം, ഇന്ത്യയിലെ ഫസ്റ്റ് ഓർഗാനിക് സീഡ് ഫാം എന്നറിയപ്പെടുന്ന ആലുവയിലുള്ള സ്റ്റേറ്റ് സീഡ് ഫാമിലേക്കാണ് നമ്മൾ പോകുന്നത്. പെരിയാർ നദിയുടെ മറുകരയിലാണ്. 3 സൈഡും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ദ്വീപ് പോലെയാണ് ഈ ആലുവ സ്റ്റേറ്റ് സീഡ് ഫാം. അങ്ങോട്ടേക്ക് നമുക്ക് പോവാം. ഇവിടെ നിന്ന് ഫെറി, ബോട്ട് കടന്നിട്ട് വേണം പോകാനായിട്ട്. പെരിയാർ നദി ക്രോസ് ചെയ്ത് ബോട്ടിൽ വേണം പോകാനായിട്ട്. അപ്പോൾ നമുക്ക് പോകാം, വരൂ. ഞാനിപ്പോൾ ആലുവ സ്റ്റേറ്റ് സീഡ് ഫാമിൻ്റെ കടവിൽ ബോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇനി അങ്ങോട്ടേക്ക് പാടത്തിന് നടുവിലൂടെ ചുറ്റും പാഷൻ ഫ്രൂട്ട് വള്ളികൾ പന്തലിടുന്ന മനോഹരമായൊരു നടപ്പാതയാണ്. അത് കടന്നു വേണം നമുക്ക് പ്രധാന ഓഫീസ് മന്ദിരത്തിലേക്ക് എത്തുവാൻ. വരൂ. ഇതാണ് ആലുവ ജില്ലാ സീഡ് ഫാമിൻ്റെ പ്രധാന ഓഫീസ്. പണ്ട് രാജാക്കന്മാരുടെ കാലത്തുള്ള ബിൽഡിംഗ് ആണ്. മനോഹരമായ ഒരു ഉദ്യാനത്തിന് നടുവിലാണ് ഈ പ്രൗഢഗംഭീരമായ ബിൽഡിംഗ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പൊ നമ്മള് ജില്ലാ കൃഷിത്തോട്ടം ആലുവ അസിസ്റ്റന്റ് ഡയറക്ടർ ലിസി മാഡത്തോടൊപ്പമാണ് ഇരിക്കുന്നത്. ഈ തോട്ടത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്ക് മാഡത്തോട് ചോദിച്ച് മനസ്സിലാക്കാം. എന്റെ പേര് ലിസിമോൾ ജെ വടക്കൂട്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം വരെ ഇവിടുത്തെ കൃഷി ഓഫീസറായിരുന്നു. ഇപ്പോൾ ഈ സ്റ്റേറ്റ് സീഡ് ഫാം ആലുവയിലെ പോസ്റ്റ് അപ്ഗ്രേഡ് ചെയ്ത് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ, ഈ ബുധനാഴ്ച തൊട്ട് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1919 കൃഷി പാഠശാലയായിട്ട് ആരംഭിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ പാലസ് ഉണ്ട്. പാലസും ഈ കൃഷി പാഠശാല അവർ തുടങ്ങിയതാണ്. പിന്നീട് നമ്മുടെ സർക്കാരൊക്കെ രൂപീകൃതമായപ്പോൾ അത് ഗവൺമെന്റിന് കൈമാറുകയും അതൊരു സംസ്ഥാന വിത്തുൽപാദന തോട്ടമായിട്ട് പ്രവർത്തിച്ചു വരികയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് സംയുക്തമായിട്ട് കൃഷി വകുപ്പിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും കീഴിലാണ് ഇത് പ്രവർത്തിച്ചു വരുന്നത്. 2012 മുതൽ ലക്കോൺ ഓർഗാനിക് സർട്ടിഫിക്കേഷനോട് കൂടിയിട്ടാണ് ഇപ്പം പ്രവർത്തിക്കുന്നത്. അതായത് കൃഷിയുടെ ഒരു ഘട്ടത്തിലും ഇവിടെ രാസവളങ്ങളോ കീടനാശിനിയോ ഒന്നും തന്നെ ഇവിടെ നമ്മൾ ചെയ്യുന്നില്ല. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നെൽകൃഷിയിൽ താറാവിനെ ഉപയോഗിച്ചിട്ടാണ് കളനിയന്ത്രണം, കീടനിയന്ത്രണം എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ നടത്തിക്കൊണ്ടുവരുന്നത്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ യീൽഡിംഗ് വെറൈറ്റീസിന് പുറമെ ട്രഡീഷണൽ ആയിട്ടുള്ള വെറൈറ്റീസും കൂടെ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, രക്തശാലി, ജപ്പാൻ വയലറ്റ്, ഞവര, അതുപോലെ തന്നെ കയമ, വെള്ളത്തൊണ്ടി, ഇങ്ങനെയൊക്കെയുള്ള നമ്മൾക്ക് പണ്ടുണ്ടായിരുന്ന വിത്തുകൾ ഇപ്പൊ നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അതിന്റെ പ്യുവറായിട്ടുള്ള വിത്തുകൾ ഇവിടെ കൃഷി ചെയ്തിട്ട് അത് കർഷകർക്ക് കൃഷി ചെയ്യാനായിട്ട് ഇവിടുന്ന് ലഭ്യമാക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം ആണ് ഇവിടെ ഫോളോ ചെയ്തു വരുന്നത്. അതായത് സംയോജിത കൃഷി രീതികൾ. ഇവിടെ ഒരു കാസർഗോഡ് കുള്ളനിനത്തിൽപ്പെട്ട പശുക്കളുണ്ട്, ഒരു 10 പശുക്കളുണ്ട്. പിന്നെ മലബാറി ആടുകളുണ്ട്, കോഴി, അതുപോലെ കുട്ടനാടൻ താറാവ് 100 എണ്ണം, പിന്നെ ഗിനിക്കോഴികൾ, കൂടാതെ മത്സ്യകൃഷി, എല്ലാം ഇവിടെ സംയോജിത രീതിയിലാണ് കൃഷി ചെയ്തു വരുന്നത്. ഈ നെൽകൃഷിയാണ് പ്രധാനമായിട്ടും. അതൊരു ഏകദേശം
ഒരു 3 ഹെക്ടറോളം ഇവിടെ വരും. അതിന് പുറമെ കപ്പ, വാഴ, പച്ചക്കറികൾ ഇതെല്ലാം കൃഷി ചെയ്യുന്നുണ്ട്. അതിന്റെ വിത്തുകളും ആൾക്കാർക്ക് ലഭ്യമാക്കി കൊടുക്കുന്നുണ്ട്. വിത്തുകൾ മാത്രമല്ല, എല്ലാ പ്ലാന്റിംഗ് മെറ്റീരിയൽസും. നമുക്കിനി സീഡ് ഫാമിന്റെ പ്രധാന കാഴ്ചകളിലേക്ക് പോകാം. മീൻ വളർത്ത് കുളമാണ്. ഏതൊക്കെ മീനുകളാണ് പ്രധാനമായിട്ട്? ഓക്കെ, ഈ മീനുകൾ എന്താ ചെയ്യുന്നത്? നമ്മളിത് സെയിൽ കൊടുക്കുന്നു. ഈ പ്രാവശ്യം ഓണത്തിന് നമുക്ക് നല്ല സെയിലായിരുന്നു. ഇതും ജൈവ കൃഷി തന്നെയാണ് തന്നെയാണോ ചെയ്യുന്നത്? തീറ്റയൊക്കെ കൊടുക്കുന്നത് ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുകയാണ്? അല്ല, നമ്മൾ തീറ്റ, മീൻ തീറ്റ നമ്മൾ പുറത്തുനിന്ന് വാങ്ങും. ഓക്കെ, ശരി. എത്ര കോഴികളുണ്ട്? ഇപ്പൊ ഒരു 30 കോഴി, 35 കുഞ്ഞു കോഴികളൊക്കെ. എല്ലാം നാടൻ കോഴി തന്നെയല്ലേ? ഗിനിക്കോഴി ഉണ്ടല്ലേ? കാസർഗോഡൻ കുള്ളൻ വിഭാഗത്തിൽപ്പെട്ട പശുവാണ്. വളരെ ഇനക്കമുള്ള പശുക്കളാണ്. അതിവിശിഷ്ടമായ പാലും അതുപോലെ ഇതിന്റെ ചാണകവും ഒക്കെ അതിവിശിഷ്ടമാണ്. ഔഷധമായിട്ടും അതുപോലെ പഞ്ചഗവ്യത്തിലൊക്കെ ഉപയോഗിക്കുന്നത് ഇത് തന്നെയാണ്. ഇതിന്റെ പാലും നമ്മൾക്ക് വളരെ ഗുണകരമായ പാലുകളാണ്. പാല് വളരെ ശ്രേഷ്ഠവും രുചികരവുമാണ് അല്ലേ? അതുപോലെ ഇതിന്റെ ഗോമൂത്രം ഉപയോഗിക്കുന്നുണ്ടല്ലോ അല്ലേ? ഗോമൂത്രം, ചാണകം, ഇതിന്റെ എല്ലാം നമുക്ക് ഗോമൂത്രം, ചാണകം ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. എല്ലാം ഇതിന്റെ ഗോമൂത്രം വെച്ചാണ് നമ്മൾ എക്സ്പ്ലോഡ് മരുന്ന് തളിക്കാനൊക്കെ ഉണ്ടാക്കുന്നത്. മരുന്ന് തളിക്കാനല്ലേ? പഞ്ചഗവ്യം ഉണ്ടാക്കുന്നത് ഇതിന്റെ ചാണകം തന്നെ വെച്ചാണ്. 2 എണ്ണമാണോ ഇവിടെ ഉള്ളത്? ഇല്ല, കൊറേ ഉണ്ട്. കൊറേ ഉണ്ട്. വലിയൊരു കാളയുണ്ട്, കൊണ്ടുവരാട്ടാ. ഈ ആടുകളൊക്കെ ഏത് ഇനത്തിൽപ്പെട്ടതാണ്? ഓർഗാനിക് ഫാമിങ്ങിലെ പ്രധാനപ്പെട്ട ഒരു ഇൻപുട്ടാണ് ഓർഗാനിക് ന്യൂട്രിയൻ സൊല്യൂഷൻസ്. അപ്പോൾ അതൊക്കെ തയ്യാറാക്കുന്നത് ഇവിടെയാണ്. നമുക്കതൊന്ന് കണ്ട് മനസ്സിലാക്കാം. പഞ്ചഗവ്യം, ഗുണപ്പജല, ഫിഷ് അമിനോ ആസിഡ്, എക്സ്പ്ലോഡ് തുടങ്ങിയവയാണ് പ്രധാനമായിട്ടും ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള മെഷീനറിയും സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതാണ് ഇവിടെ ചെയ്യുന്നത്. നമുക്കിവിടെ ചെയ്യുന്ന സ്റ്റാഫിനോട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. നാടൻ പശുവിൻ്റെ ചാണകം, ഗോമൂത്രം, കരിക്കും വെള്ളം, പാല് എന്നിവ ചേർത്തുണ്ടാക്കുന്ന വൃക്ഷ തൈകളൊക്കെ നന്നായിട്ട് പിടിക്കാനും എല്ലാത്തിനും ഉപയോഗിക്കുന്ന മരുന്നാണ്. ഇത് പഞ്ചഗവ്യമാണ് അല്ലേ? മറ്റേ അങ്ങേ സൈഡിൽ കാണുന്നത് ഇത് കുണപ്പജല, അത് ചീമക്കൊന്ന. ഏതാ? എക്സ്പ്ലോഡ്. എക്സ്പ്ലോഡ്. എക്സ്പ്ലോഡ് എങ്ങനെയാണ് ചെയ്യുന്നത്? ഗോമൂത്രത്തിൽ, നാടൻ പശുവിൻ്റെ ഗോമൂത്രത്തിൽ ചീമക്കൊന്നയുടെ ഇല കൊത്തിയരിഞ്ഞിട്ട് 40 ദിവസം വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് പിഴിഞ്ഞെടുത്ത് അതിൻ്റെ ചാറ് കീടങ്ങൾ വരാണ്ടിരിക്കാൻ, വാഴയ്ക്കാണെങ്കിലും സസ്യങ്ങൾക്കാണെങ്കിലും ചെടികൾക്കും കീടങ്ങൾ വരാണ്ടിരിക്കാൻ ഉപയോഗിക്കാം. ജൈവ കൃഷി നമ്മൾ ചെയ്യുകയാണെങ്കിൽ വിളവ് കുറഞ്ഞു പോകും എന്നുള്ളൊരു കൺസെപ്റ്റ് തന്നെ തെറ്റാണ്. ചിലപ്പോൾ ഒരുപാട് രാസവള പ്രയോഗം നടത്തിയ ഒരു ഫീൽഡാണെങ്കിൽ അത് പെട്ടെന്ന് ജൈവ കൃഷിയിലേക്ക് മാറുമ്പോൾ ആ ഒരു ട്രാൻസിഷൻ പീരീഡിൽ ചിലപ്പോൾ അങ്ങനെ ഒരു കുറവ് ഉണ്ടാകാം. പക്ഷേ ജീവാമൃതം, അതുപോലെ തന്നെ പഞ്ചഗവ്യം, ഗുണപ്പജല ഇങ്ങനെയൊക്കെയുള്ള ജൈവ വളർച്ചാ ത്വരകങ്ങൾ മണ്ണിലും ചെടിയിലും കൊടുത്ത്, അതുപോലെ തന്നെ സൂഡോമോണാസ്, വെട്ടുചീലം, വിവരി ഇവരുടെയൊക്കെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ മണ്ണിൽ പണ്ട് ഉണ്ടായിരുന്ന ബെനിഫിഷ്യൽ ഓർഗാനിസമാണ്. നമ്മുടെ മണ്ണിൽ ഇതെല്ലാം പോയത് കൊണ്ടാണ് നമ്മൾ ഇതെല്ലാം നമ്മൾ വീണ്ടും റീഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വന്നത്. ഇനി ഇത് ഒരു പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിനിടയിൽ രാസവളങ്ങളോ ഇതുപോലെയുള്ള കീടനാശിനികളോ ഒന്നും അപ്ലൈ ചെയ്യാത്തൊരു ഫീൽഡാണെങ്കിൽ അത് അവരവിടെ നിലനിൽക്കും. നമ്മുടെ മണ്ണിൽ സൂഡോമോണാസ് എല്ലാം അവരവിടെ തന്നെ ഉണ്ടാവും. മൈക്രോറൈസ് അപ്ലൈ ചെയ്താൽ അത് നമ്മുടെ മണ്ണിലുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സെൽഫ് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആയിട്ട് ഒരു ഫീൽഡ് മാറിക്കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിൽ, ഏറ്റവും സസ്റ്റൈനബിൾ ആയിട്ടുള്ള രീതിയിൽ, ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള പ്രോഡക്ട്സ്, ക്വാളിറ്റി പ്രോഡക്ട്സ് അത് നമുക്ക് ഇതുപോലെയുള്ള ജൈവ കൃഷിയിലൂടെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഗുണപ്പജല വൃക്ഷായുർവേദം അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു വളർച്ചാ ത്വരകമാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടി മുളച്ചു തുടങ്ങി അത് വിളവെടുപ്പ് വരെ നമുക്ക് ഇത് പ്രയോഗിക്കാം.
ഇത് പ്രയോഗിക്കുന്നത് ഒരു 15 to 20 ഡേയ്സ് ഇന്റർവെല്ലിൽ ഇലകളിൽ തെളിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ 30 മില്ലി പെർ ലിറ്റർ ആണ് അതിന്റെ ഒരു സാധാരണ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന ഡോസ്. ഇത് എപ്പോഴും നമ്മൾ അറിയണം. ഇതൊക്കെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുപ്പിയിൽ മേടിച്ച് ഇതൊക്കെ ചെയ്യുക എന്നുള്ളത് അത്ര പ്രായോഗികമായിരിക്കില്ല. 250 ml ഇവിടെ 50 rupees. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ 100 ലിറ്റർ 200 ലിറ്റർ ഡ്രമ്മുകളിൽ നമുക്ക് ഉണ്ടാക്കാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ അതിന്റെ പ്രൊസീജിയർ ഞാനിവിടെ വിവരിക്കാം. ഇത് വൃക്ഷായുർവേദ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. കുണപ്പ ജലം കുണപ്പ ജലം എന്ന് പറഞ്ഞാൽ അഴുക്കുള്ള ഒരു വെള്ളം എന്നുള്ള ഒരു അർത്ഥമേ ഉള്ളൂ. നമുക്കത് ആ ടേം അത്ര പരിചയമില്ലാത്തതുകൊണ്ട് പഞ്ചഗവ്യം നല്ല ഡിമാൻഡിൽ പോകുന്നുണ്ട്. പക്ഷെ കുണപ്പ ജലം എന്ന് പറയുമ്പോൾ എന്തോ ഒരു വേറെ ഒരു അന്യനാട്ടുകാരൻ്റെ പോലെയാണ് നമുക്കതിന് തോന്നുന്നത്. പക്ഷെ ഇത് നമുക്കറിയാം, നമ്മളെല്ലാവരും വിചാരിക്കുന്നത് ചെടികളാണ്, അപ്പോൾ അവരൊക്കെ ഭയങ്കര വെജിറ്റേറിയൻ ആണ്. പക്ഷേ ഈ കുണപ്പ ജലയില് അവർ വെജിറ്റേറിയൻ അല്ല. അത് ഹരിത കഷായം എന്ന് പറഞ്ഞ് ഇതിൻ്റെ തന്നെ ഒരു വെജിറ്റേറിയൻ വേർഷൻ ഉണ്ട്. അതിൽ നമ്മൾ അതിൻ്റെ വേറെ കമ്പോണൻസ് ആണ്. പക്ഷേ ഈ കുണപ്പ ജലയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് നല്ല ഒന്നാന്തരം മട്ടൻ 2 kg 100 ലിറ്റർ ഉണ്ടാക്കാനുള്ള കാര്യമാണ് പറയുന്നത്. ഇനി മട്ടൻ എന്നൊക്കെ പറയുമ്പോൾ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണമെങ്കിൽ മുട്ടയാവും, ഒരു 25 മുട്ട. ഇനി അതും ബുദ്ധിമുട്ടുള്ളവർക്ക് ഫിഷ് ആവാം. ഇത് ഏതെങ്കിലും വേണം. ചെടികൾ അങ്ങനെ പ്യുവർ വെജിറ്റേറിയൻസ് അല്ല, അവർക്കും ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ വളരെ സന്തോഷമാണ്. മാത്രമല്ല ഇത് പച്ചയ്ക്കൊന്നുമല്ല കൊടുക്കുന്നത്, നന്നായിട്ട് അടുപ്പത്ത് വേവിച്ച് ഫെർമെന്റ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് പാചകം ചെയ്യണം. പാചകം ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ശരിക്കും പറഞ്ഞാൽ കുണപ്പജലം എന്ന് പറയുന്നത്. അപ്പം അതിൽ ആവശ്യമുള്ള സാധനങ്ങൾ ലിസ്റ്റായിട്ട് ഞാൻ പറയാം. നമുക്ക് തൽക്കാലം ഇവിടെ കോഴിയും താറാവൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഇറച്ചിയൊന്നും വാങ്ങിക്കാറില്ല. നമ്മൾ വാങ്ങുന്നതല്ല, നമ്മൾ ഉപയോഗിക്കുന്നത് മുട്ടയാണ്. 25 നാടൻ മുട്ട, കോഴിമുട്ട. പിന്നെ 1 കിലോ എല്ലുപൊടി വേണം. അതുപോലെ തന്നെ 1 കിലോ ഉമി വേണം. ഉമിയൊക്കെ നമ്മൾ ഇവിടുത്തെ തന്നെ നെല്ലിൻ്റെ ഉമിയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ തേങ്ങാപ്പിണ്ണാക്ക്. ഇവിടെ തേങ്ങ ആട്ടി കഴിയുമ്പോൾ പിണ്ണാക്ക് ഉണ്ടാവും. ആ പിണ്ണാക്കാണ്, അത് 1 കിലോ വേണം. പിന്നെ ഇതൊരു സെറ്റാണ്. ഇത്രയും സാധനങ്ങൾ ഒന്നുകൂടി ഞാൻ പറയാം. 1 കിലോ എല്ലുപൊടി, 1 കിലോ ഉമി, തേങ്ങാപ്പിണ്ണാക്ക് 1 കിലോ, അതുപോലെ തന്നെ ഈ 25 മുട്ട. ഇതെല്ലാം നല്ല ഒരു ചെരുവം ഉണ്ടാക്കി അടുപ്പൊക്കെ കൂട്ടി ഒരു മരത്തിന്റെ ഒരു വടി കൊണ്ട് ഇളക്കി നമ്മൾ ഒരു 100 ലിറ്ററിൽ ഒരു 10 ലിറ്റർ 15 ലിറ്റർ വെള്ളം ആദ്യം ഒഴിച്ച് ഇത് വേവുന്നതിനനുസരിച്ചിട്ട് ഈ പിണ്ണാക്കൊക്കെ ഉണ്ടെങ്കിൽ വീർത്തൊക്കെ വരും. അപ്പോൾ കൂടുതൽ വെള്ളം നമുക്ക് ചേർക്കാം. ലൂസായിട്ടുള്ള രീതിയിൽ അതിന് ഇളക്കി നന്നായിട്ട് ഒരു മണമൊക്കെ വരുന്നത് വരെ. മുട്ട അവസാനം ചേർക്കാവൂ. മുട്ട തൊണ്ടോട് കൂടി കൈകൊണ്ട് നല്ലോണം ഉടച്ച് അതിലേക്ക് ഇടും. അങ്ങനെ എല്ലാം കൂടി വെന്ത് വരുമ്പോൾ നല്ല ഒരു സുഗന്ധം ഒക്കെ, കുക്ക് ചെയ്ത സുഗന്ധം ഒക്കെ വരുന്ന സമയത്ത് നമ്മളത് നിർത്തും. അത് നിർത്തി കഴിഞ്ഞ് നന്നായിട്ട് ആറണം. ഇവിടെ ഫാമിലി ചെയ്യുന്നത് ഒരു ദിവസം രാവിലെ ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ അതേ ചെറുപ്പത്തിൽ തന്നെ നമ്മളത് വാഴയിലൊക്കെ വെച്ച് മൂടി വെച്ചിട്ട് പോകും. എന്നിട്ട് പിറ്റേ ദിവസം ആകുമ്പോൾ നന്നായിട്ട് ആറിയിട്ടുണ്ടാവും. എന്നപ്പോൾ ഇത് ഫുൾ ഒരു ഡ്രമ്മിലേക്ക് നമ്മൾ മാറ്റും. ഈ പ്രോഡക്ട്സ് മുഴുവൻ ഡ്രമ്മിലേക്ക് മാറ്റും. അതിനുശേഷം അതിൽ ബാക്കിയുള്ള സാധനങ്ങൾ ചേർക്കും. 10 കിലോ നാടൻ പശുവിൻ്റെ ചാണകം, പച്ച ചാണകം, പിന്നെ ഒരു 15 ലിറ്റർ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഗോമൂത്രം ചേർക്കും. പിന്നെ തേൻ ചേർക്കും, 250 ഗ്രാം തേൻ ചേർക്കും. പിന്നെ നാടൻ പശുവിൻ്റെ ആണെങ്കിൽ നല്ലത്. നമുക്ക് ഇവിടെ കറക്കാത്തത് കൊണ്ട് ഞങ്ങൾ വേറെ പുറത്തുള്ള പശുവിൻ്റെ മേടിക്കാറാണ് പതിവ്. 1 ലിറ്റർ പാല്, ഇത്രയും സാധനങ്ങൾ കൂടി അതിൽ ചേർക്കും. ഇത്രയും ചേർത്ത് കഴിഞ്ഞാൽ ഒരു കാര്യം, ആദ്യത്തെ പ്രോഡക്റ്റിൽ ഞാൻ വിട്ടുപോയത് ഉഴുന്നുപൊടിയും കൂടി ഉണ്ട് അതിൽ ചേർക്കാനായിട്ട്. 1/2 കിലോ ഉഴുന്നുപൊടി, വേവിക്കുന്ന കൂട്ടത്തിൽ 1/2 കിലോ ഉഴുന്നുപൊടി. അപ്പോൾ ഇത് തണുത്ത് കഴിഞ്ഞതിന് ശേഷം ഈ ഗോമൂത്രം, പച്ചച്ചാണകം, തേനും പാലും കൂടി മിക്സ് ചെയ്ത് എല്ലാം കൂടി ഡ്രമ്മിൽ വെച്ച് നന്നായി ഇളക്കി അതിനുശേഷം ഇത് 100 ലിറ്റർ ആക്കിയിട്ട് മേക്കപ്പ് ചെയ്യും. അപ്പോൾ 100 ലിറ്റർ പ്രോഡക്റ്റ് ഇത് നമുക്ക് എല്ലാ ദിവസവും ഓരോ പ്രാവശ്യം രാവിലെയും വൈകിട്ടും ഇളക്കി കൊടുക്കണം. അങ്ങനെ ഒരു മാസമൊക്കെ ഇളക്കി കഴിയുമ്പോൾ ഇത് നല്ല പാകമാവും. ഇത് നമ്മൾ അരിച്ചെടുക്കും. ഇവിടെ അരിച്ചെടുത്തിട്ട് അത് വീണ്ടും ടാപ്പുള്ള ചെറിയ ഡ്രമ്മുകളിൽ നമ്മൾ ഒഴിച്ചു വയ്ക്കും. പിന്നെ അതിന് ആവശ്യത്തിനടുത്ത് 30 ml per ലിറ്റർ എന്നുള്ള കണക്കിലാണ് ഇവിടെ ഫില്ല് ഉപയോഗിക്കുന്നത്. ആക്ച്വലി ഇത് മാത്രം മതി. ഈ കുണപ്പജല യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധാരണ കിട്ടുന്ന വെള്ളത്തിനേക്കാൾ ഒരു 3 ഇരട്ടി വെള്ളം കൃത്യമായിട്ട് ഇതുപോലെ അത് ഉണ്ടാക്കി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വിളവർധന, അതുപോലെ തന്നെ അതിലുണ്ടാകുന്ന പ്രോഡക്റ്റ് പ്രത്യേക ടേസ്റ്റാണ്. ഈ രീതിയിൽ നമുക്ക് ഉണ്ടാക്കുന്ന ചെടികൾക്ക് നല്ല റെസിസ്റ്റൻസും ഉണ്ടാവും, നല്ല പ്രൊഡക്ടിവിറ്റി. ഓക്കെ. ചേച്ചി ഇത് വെർമി വാഷാണല്ലേ? ഇത് എങ്ങനെയാ ഉണ്ടാക്കുന്നത്? ഇത് കമ്പോസ്റ്റ് നമ്മൾ ചപ്പും ചോറും ചാണകം ഒക്കെ ഇട്ട് മണ്ണിലിട്ട് ഇത് കുതിർക്കും. അപ്പൊ പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ഒരു 15-20 ദിവസം ആകുമ്പോൾ ഇത് കമ്പോസ്റ്റ് വളമാക്കും. അപ്പൊ നമുക്ക് കമ്പോസ്റ്റ് ഇതിന്റെ ചാറെടുത്താണ് നമ്മള്
കീടനാശിനിക്ക് ഉപയോഗിക്കുന്നത്. ഓക്കെ ഓക്കെ. ഇതിപ്പോ ശരിക്കും കമ്പോസ്റ്റ് വളമായി കണ്ട. നമ്മൾ ചാണകം, മണ്ണിര കൂടുതലും പിന്നെ നല്ല അഴുകി പൊടിഞ്ഞ വളമായിട്ടുണ്ട്. ഇതിപ്പോ എത്ര നാളായിട്ടുണ്ടാവും? ഇതിപ്പോ ഒരു മാസമായി. ഒരു മാസമായാണ്. നന്നായിട്ട് അഴുകി പൊടിഞ്ഞ് നമ്മൾ ഇതുപോലെ പൊടിയാണ്. മണ്ണിര മാറ്റണം. ഓക്കെ ഓക്കെ. ഇത് ശരിക്കും മണ്ണിരായിരുന്നു. മണ്ണിര അതിന്റെ അടിയിലുണ്ടാവും അല്ലേ? ഇതിന്റെ വാഷ് എങ്ങനെയാണ് എടുക്കുന്നത്? താഴെ ടാപ്പ് ഉണ്ടല്ലോ അല്ലേ? ആ ഓക്കെ, ആ വരുന്നതാണ് വാഷ്. ഇത് ഡൈല്യൂട്ട് ചെയ്തിട്ടല്ലേ ഉപയോഗിക്കുന്നത്? അത് നമ്മള് 1 ലിറ്ററില് വെള്ളത്തില് 3/4 ലിറ്റർ വാഷ് ചേർത്തിട്ട് സ്പ്രേ ചെയ്യും അല്ലേ? ശരി. ഓക്കെ. ഇത് ഫിഷ് അമിനോ ആസിഡ് ആണല്ലേ ബോട്ടിലുകളില്? ഇത് ഇവിടുന്ന് വിപണനം ചെയ്യുന്നതല്ലേ? കൊടുക്കാനുള്ളതല്ലേ? ഇവിടെ തന്നെ തയ്യാറാക്കുന്നതാണോ? മത്തി ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്നതാണല്ലേ അമിനോ ഫിഷ്? ശർക്കര തിളപ്പിച്ച് പാനിയാക്കണം. എന്നിട്ടുള്ള മത്തി വെട്ടി നുറുക്കി ആ പാനി ചൂടാറിയതിനു ശേഷം ഇടുന്നത്. എത്ര ദിവസം വെക്കും അങ്ങനെ? അത് ഒരു മാസം ആകുമ്പോഴേക്കും നല്ലോണം അലന്ന് ഇതാവും. ഓക്കെ ഓക്കെ. എന്നിട്ട് പിന്നെ അത് പിഴിയണം. അരിച്ചെടുക്കും അല്ലേ? വിളകൾക്ക് അടിക്കാൻ വേണ്ടിയല്ലേ ഉപയോഗിക്കുന്നത്? അതെ അതെ. ഈ കായം പൂവൊക്കെ ഇടുന്ന സമയത്ത് അടിക്കാൻ വേണ്ടി അല്ലേ? അസോളയാണ് ഇവിടെ വളർത്തിയിരിക്കുന്നത്. നൈട്രജൻ ഫിക്സിംഗ് ആണ്. കോഴിക്കും എല്ലാം തീറ്റയായിട്ട് ഉപയോഗിക്കാവുന്നതുമാണ്. അസോള എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? പശുവിന് തീറ്റ കൊടുക്കാൻ പറ്റും. പിന്നെ മീൻ നന്നായിട്ട് തിന്നോളും. അങ്ങനെ നല്ലൊരു പെട്ടെന്ന് വളരാം. കുറച്ച് ഇട്ട് കഴിഞ്ഞാൽ ടാങ്കിൽ പെട്ടെന്ന് വളർന്നോളും അസോള. അന്തരീക്ഷത്തിലുള്ള നൈട്രജൻ ഫിക്സ് ചെയ്യാൻ അങ്ങനെ ഒരു കഴിവും കൂടി ഉണ്ടല്ലോ അസോളയ്ക്ക് അല്ലേ? അസോളയ്ക്ക് ഉണ്ട്. നെല്ലിലൊക്കെ ഉപയോഗിക്കാറുണ്ടല്ലോ അല്ലേ? നമ്മൾ അസോള ശരി മെയിനായിട്ട് ഒരു വളമായിട്ട് ഉപയോഗിക്കണം. നല്ല കൃഷിക്കാരന്മാരുടെ വീട്ടില് ചെറുതായിട്ട് വളർത്തുന്നുണ്ട്. നമുക്കൊരു പശുക്കളുണ്ട്, പിന്നെ മീൻ വളർത്തുന്നുണ്ട് വീട്ടില്. അപ്പൊ നമ്മൾ മെയിനായിട്ട് അസോളാണ് അത് ഭക്ഷണമായിട്ട് കൊടുക്കണം. ഇപ്പൊ നമ്മൾ കുറച്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു 2 ദിവസത്തിനുള്ളിൽ നമുക്ക് ആ ടാങ്ക് അത്യാവശ്യം ഒരു 10 അടി നീളത്തിലും 12 അടി വീതിയിലുള്ള ടാങ്കാണ്. അപ്പൊ നമ്മൾ കുറച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വിത്തിൻ 2 or 3 ഡേയ്സിൽ നമുക്ക് സ്പ്രെഡ് ആയിക്കോളും. അപ്പോൾ പെട്ടെന്ന് നമുക്കത് മീനിനും കൊടുക്കാൻ സാധിക്കുന്നുണ്ട്, അതുപോലെ തന്നെ പശുവിനും കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. നല്ലൊരു വളമാണ് അസോള. അതിന്റെ പാലുൽപാദനമൊക്കെ കൂടുന്നുണ്ടോ? അസോള കൊടുത്തു കഴിയുമ്പോൾ അത് നാച്ചുറൽ ആയതുകൊണ്ട് നമുക്ക് പാലിന് നല്ലൊരു കൊഴുപ്പ് കൂടുന്നുണ്ട് പാലിൽ. പിന്നെ പാലിന്റെ അളവും കൂടുന്നുണ്ട്. പിന്നെ പറയാലോ നമുക്ക് മറ്റൊരു പുറത്തുനിന്നുള്ള KS കേരള ഫീഡ് അത് നല്ല കോസ്റ്റ്ലി ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോലെ ചെറുകിട കർഷകരൊക്കെ നമ്മൾ മെയിനായിട്ട് മീൻ തീറ്റ ആയപ്പോലും നല്ല കോസ്റ്റ് കൂടുതലായതുകൊണ്ട് നമുക്ക് ഈ അസോള പോലുള്ള വളങ്ങൾ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഒരു ചെറിയ മാർജിൻ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ആ കോസ്റ്റ് സേവ് ചെയ്യുന്ന വഴി നമുക്ക് മാർജിൻ കൂടുതൽ കൂട്ടാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ മണ്ണിരനെ നമ്മൾ മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന വഴി നമുക്ക് വീട്ടിലുള്ള പച്ചക്കറി, പിന്നെ തെങ്ങ്, അങ്ങനെയുള്ള എല്ലാ ജാതി, അങ്ങനെയുള്ള എല്ലാ ഇതിലും വളമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ ജെർണി വാഷ് എന്ന് പറഞ്ഞൊരു വാഷ് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് വേറെ ഇതിൻ്റെ കമ്പോസ്റ്റും നമ്മൾ നല്ല വളമായിട്ട് കിട്ടുന്ന വഴി നല്ല ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. മെയിനായിട്ട് നമ്മൾ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ജൈവവളമാണ്. മറ്റേ യാതൊരുവിധ കെമിക്കലൊന്നും ഇല്ലാത്തൊരു വളം ആയതുകൊണ്ട് നല്ല ഔട്ട്പുട്ട് കിട്ടും. നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റും. പേരെങ്ങനെയാണ്? എൻ്റെ പേര് ഡിൻസ് എന്നാണ്. കാലത്തിലാണ് വീട്. യോർദനാപുരം ആ ഭാഗത്തേക്ക്. കൃഷിയൊക്കെ ഉണ്ടല്ലോ? ആ കൃഷി വീട്ടിൽ ഫാദറാണ് കൃഷി ചെയ്യുന്നത്. നമ്മൾ ചെയ്തിട്ട് അസിസ്റ്റ് ചെയ്യുന്നത്. താങ്ക് യു. ജൈവ കൃഷിയിൽ ഇവിടെ അവലംബിച്ചു വരുന്ന വളപ്രയോഗ രീതികൾ എങ്ങനെയെല്ലാമാണ്? ഇവിടുത്തെ ജൈവ കൃഷി രീതിയിൽ പുറത്തുനിന്നുള്ള ഒരു എക്സ്റ്റേണൽ ഇൻപുട്സ് വളരെ കുറവായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യണത്. ആകെ വേപ്പ് പിണ്ണാക്കും കുമ്മായവും എല്ലുപൊടി മാത്രമേ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നുള്ളൂ. ബാക്കി എല്ലാം ഇവിടെയുള്ള കാസർഗോഡ് കുള്ളൻ പശുക്കളുടെ ചാണകവും മൂത്രവും ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ഉപയോഗിച്ച് വൃക്ഷായുർവേദത്തിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ പഞ്ചഗവ്യ, ഗുണപ്പജല് എന്നിങ്ങനെയുള്ള പ്രോഡക്ട്സ് അതുകൊണ്ടുള്ള വളപ്രയോഗം, ഇലയിൽ തെളിക്കുന്ന രീതിയിലുള്ള വളപ്രയോഗം നമ്മളോട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആകെ അടിവളം മാത്രമേ കൊടുക്കുന്നുള്ളൂ. പ്രത്യേകിച്ച് നെൽകൃഷിയിൽ അടിവളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ് പ്രിപ്പറേഷന്റെ സമയത്ത് ആ ടില്ലർ 3ാമത്തെ ഉഴുന്ന സമയത്ത് അടിവളം ചേർക്കും. അതിനുശേഷം നെൽച്ചെടി പൂവിടുന്നത് വരെ
3 പ്രാവശ്യം കുണപ്പജല ഇലയിൽ 30 മില്ലി പെർ ലിറ്റർ അത് സ്പ്രേ ചെയ്ത് കൊടുക്കും. അതിവിടെ ഉണ്ടാക്കുന്നതാണ്. അതുപോലെ തന്നെ പൂവിട്ട് കഴിഞ്ഞ് വിളവെടുപ്പ് വരെ 3 പ്രാവശ്യം ഒരു 20 ദിവസം ഇടവിട്ടിട്ട് പഞ്ചഗവ്യം സ്പ്രേ ചെയ്ത് കൊടുക്കും. അപ്പൊ ഇത് രണ്ടും ആണ് ഇവിടുത്തെ കൃഷിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഈ 2 പ്രോഡക്ട്സ് നമ്മൾ ഇവിടുത്തെ തന്നെ പ്രോഡക്ട്സ് വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. കീട രോഗ നിയന്ത്രണത്തെ കുറിച്ച് ഒന്ന് പറയാമോ? കീട വികർഷിണി എക്സ്പ്ലോഡ്, അതാണ് ചാഴിക്കാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ചാഴി മാത്രമാണ് താറാവും നെല്ലും എന്ന് പറഞ്ഞ കൃഷിയിൽ ഡക്രൈസിന്റെ ഉൽപാദനത്തിൽ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളത് ചാഴി മാത്രമാണ്. ഈ ചാഴി അതും നമ്മൾ കുറേ രീതിയിൽ മെക്കാനിക്കൽ രീതിയിലാണ് അതിന്റെ കൺട്രോൾ ഇവിടെ നടത്തുന്നത്. അതായത് ചാഴി വരുന്നത് ആ ഒരു സമയത്ത് നമ്മൾ വരമ്പ് മുഴുവനും ക്ലിയർ ആക്കും. അവിടെ ഒരു കളകളും ഇല്ലാതെ അത് ക്ലിയർ ആക്കും. അതിനുശേഷം ഈ വൈകുന്നേരങ്ങളിൽ നമ്മൾ സാധിക്കുമ്പോൾ തീ ഇട്ട് കഴിഞ്ഞാൽ കുറെ ചാഴി അതിൽ വന്ന് ചത്തുപോകും. പിന്നെ അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ കതിര് വരുന്ന സമയത്ത് തന്നെ ഓരോ ചാഴിയെ കാണുമ്പോൾ തന്നെ അതിൽ ബിവേറിയ ബാസിയാന എന്ന് പറഞ്ഞൊരു മിത്രക്കുമിളുണ്ട്. അതിന് 20 ഗ്രാം പെർ ലിറ്റർ ശർക്കരയും വേപ്പെണ്ണയും കൂട്ടി അതൊരു സ്പ്രേ ചെയ്ത് കൊടുക്കും. പിന്നെ ഫിഷമിൻ ആസിഡ്, അധികം പുളിക്കാത്ത ദുർഗന്ധമുള്ള ഫിഷമിൻ ആസിഡ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് മാത്രമേ നമുക്ക് ചാഴിയിലെ കൺട്രോളിങ് നമ്മളിവിടെ ചെയ്യുന്നുള്ളൂ. ഇത് മാത്രമാണ് താറാവിനെ കൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു പെസ്റ്റ് എന്ന് പറയുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ജൈവ രീതിയിൽ തന്നെ എല്ലാം ജൈവമാണ്. താറാവിനെ കൊണ്ട് തന്നെ നമുക്ക് നെൽകൃഷിയിൽ നമുക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ കീടനിയന്ത്രണത്തെ പറ്റി പറയുകയാണെങ്കിൽ പച്ചക്കറികൾ, വാഴ എല്ലാതും ഇവിടെയുണ്ട്. ഇപ്പൊ കീടരോഗ നിയന്ത്രണം രണ്ടും കൂടി പറയാം. രോഗനിയന്ത്രണത്തിന് നമ്മളിവിടെ പ്രധാനമായിട്ടും ചെയ്യുന്നത് ട്രൈക്കോഡർമ സമ്പുഷ്ട ചാണകം, ഒരു 90 കിലോ ചാണകം, നമ്മുടെ ഇവിടുത്തെ ചാണകം, 10 കിലോ വേപ്പിൻ പിണ്ണാക്ക്, 1 കിലോ ട്രൈക്കോഡർമ, ഇത് മിക്സ് ചെയ്ത് ഒരു 15 ദിവസം നനച്ച് ചെറിയ ഈർപ്പത്തോടും കൂടി വെച്ച് കഴിയുമ്പോൾ ആ ട്രൈക്കോഡർമ മൾട്ടിപ്ലൈ ചെയ്ത ചാണകം അടിവളമായിട്ട് നമ്മൾ എല്ലാറ്റിനും കൊടുക്കും, എല്ലാ പച്ചക്കറികൾക്കും കൊടുക്കും, എന്ത് നടുമ്പോഴും. അതാണ് ഒരു മെഷർ ഡിസീസസ് വരാതിരിക്കാനായിട്ട്. പിന്നെ ഉള്ളത് മൈക്കോറൈസ, ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന മൈക്കോറൈസ. നെല്ലാണെങ്കിൽ ഞാറ്റടിയിൽ അപ്ലൈ ചെയ്യും. അതുപോലെ തന്നെ ഏത് വിത്ത്, വാഴ വരെ നമ്മൾ നടുന്ന സമയത്ത് എന്ത് നടുകയാണെങ്കിലും ഈ മൈക്കോറൈസ നമ്മൾ ബേസിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇതിന്റെ വേരുകൾ മുളച്ച് താഴോട്ട് വരുന്ന സമയത്ത് ഈ ഫംഗസും കൂടി അസോസിയേറ്റ് ചെയ്ത് ഈ വേരും ഈ ഫംഗസും ഒരുമിച്ച് വളർന്ന് നല്ലൊരു റൂട്ട് സിസ്റ്റം ഫോം ചെയ്യും. ഇങ്ങനെ കൂടുതൽ റൂട്ട് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഏരിയയിൽ നിന്ന് വെള്ളവും വളവും എസ്പെഷ്യലി ഫോസ്ഫറസ് വലിച്ച് ഈ ഫംഗസ് ചെടിക്ക് കൊടുക്കും. നല്ല റൂട്ട് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഷൂട്ട് സിസ്റ്റം എന്നാണ്, നല്ല വിളവെന്നാണ് അർത്ഥം. അപ്പോൾ ഇതാണ് ഡിസീസസിന് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ആകെയുള്ളത് സൂഡോമോണാസ് ആണ്. നെൽകൃഷിയിലാണെങ്കിൽ ഒരു 30 ദിവസം ആവുന്ന സമയത്ത് ഒരു സൂഡോമോണസ് സ്പ്രേ നമ്മൾ കൊടുക്കും. 20 ഗ്രാം പെർ ലിറ്റർ ശർക്കരയും കൂടി ചേർത്ത് സൂഡോമോണസ് സ്പ്രേ കൊടുക്കും. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒരു രോഗം ഇവിടെ ഇല്ല. പിന്നെ പച്ചക്കറികൾക്കാണെങ്കിൽ നമ്മൾ ഇടയ്ക്ക് സൂഡോമോണസ് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കും. പിന്നെ വരുന്നത് കീടങ്ങൾ എന്ന് പറയുമ്പോൾ പുഴുക്കളുണ്ട്, നീരൂറ്റി കുടിക്കുന്ന പ്രാണികളുണ്ട്. നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾക്ക് ഇവിടെ ഉപയോഗിക്കുന്നത് വെർട്ടിസീലിയം, ഈ എക്സ്പ്ലോഡ് സ്പ്രേ ചെയ്ത് കൊടുക്കും. കൂടാതെ വെർട്ടിസീലിയം ലക്കാനി 20 ഗ്രാംസ് പെർ ലിറ്റർ അത് ശർക്കരയും വേപ്പെണ്ണയും കൂട്ടിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കും. പിന്നെ പുഴുവർഗ്ഗത്തിൽ വെട്ടത് ഇല തിന്നുന്ന പ്രാണികളാണെങ്കിൽ ബിവേറിയ ബാസിയാന അത് 20 ഗ്രാം പെർ ലിറ്റർ അത് സ്പ്രേ ചെയ്ത് കൊടുക്കും. ഇതുകൊണ്ടൊക്കെ നമുക്ക് ഇവിടുത്തെ കംപ്ലീറ്റ് ആയിട്ടുള്ള കൺട്രോൾ നമുക്കിവിടെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നല്ല വിളവും നമുക്ക് ഈ കൃഷി രീതികളിലൂടെ നമുക്കിവിടെ കിട്ടും. നമുക്കറിയാം നമ്മുടെ ഒരു കൃഷിയിടത്തില് പല പല മിത്രകീടങ്ങളും ശത്രുകീടങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ മിത്രകീടങ്ങൾ നാച്ചുറലായിട്ട് ഇല്ല എങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ട് അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റിലീസ് ചെയ്ത് കൊടുക്കാം. അങ്ങനെയുള്ളൊരു മിത്രകീടമാണ് ഈ അസാസിൻ പഗ് അല്ലെങ്കിൽ റെഡ് വിഡ് പഗ്, ചെഞ്ചാഴി. പിന്നെ അതിന്റെ സയന്റിഫിക് പറയുകയാണെങ്കിൽ ട്രൈനോപോറസ് മാർജിനേറ്റസ് ആണ്. അപ്പൊ ഇതിന്റെ അഡൽറ്റിനെ കാണുമ്പോൾ നമുക്ക് പലർക്കും തോന്നിയത് നമ്മുടെ ഫീൽഡിലൊക്കെ ഉള്ള ഒരു പ്രാണിയാണല്ലോ എന്ന് പറയാറുണ്ട് പലരും, ബഗ്ഗാണല്ലോ റബ്ബർ തോട്ടത്തിൽ. ഇതല്ല, ഇതൊരു മിത്രകീടമാണ്. ഇതിന്റെ ഒരു അഡൽറ്റിന് മെയിൽ ആൻഡ് ഫീമെയിലിന് ഹൈദരാബാദിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാന്റ് ഹെൽത്ത് മാനേജ്മെന്റിൽ നിന്നാണ് ഇത് എനിക്ക് കിട്ടിയത്. അപ്പൊ അവര് ഇത് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു വളർത്തുന്ന ഒരു രീതിയുണ്ട് ഇതിന്റെ. ഇതതിന്റെ മുട്ടയാണ്. ഈ മുട്ട നമുക്ക് അഡൽട്ട് ഇട്ട് തരും. മെയിലും ഫീമെയിലും ഒരു മാസത്തോളം വളർന്നു കഴിയുമ്പോൾ 1.5 മാസം വരെ മുട്ടയിടാൻ തുടങ്ങും. മുട്ടക്കൂട്ടമാണല്ലേ? ഇതൊരു മുട്ടക്കൂട്ടാണ്. ഒരു മുട്ടക്കൂട്ടം വിരിയുമ്പോൾ തന്നെ ഒരു 50 മുട്ടയെങ്കിലും, 50 മുട്ടയില്ല 50 കുഞ്ഞ് പ്രാണികളെങ്കിലും അതിൽ നിന്ന് വിരിഞ്ഞു വരും. ഇതാണ് അതിന്റെ ഏറ്റവും യങ് സ്റ്റേജ്. ഇതിന്ന് വിരിഞ്ഞതാണ്. ഇങ്ങനെ ഇത് വിരിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഇതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
ആദ്യം ഫീഡ് കൊടുക്കുന്നത് തേനും വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. തേൻ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ കോട്ടണിൽ മുക്കിയിട്ട് തേൻ കൊടുത്തു കഴിഞ്ഞാൽ അത് വളരെ സ്റ്റിക്കി ആയിട്ടിരിക്കും. അപ്പൊ അതിന്റെ കയ്യും കാലൊക്കെ അതിൽ ഉണങ്ങി അത് അനങ്ങാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ 50% തേനും 50% വെള്ളവും കൂടി മിക്സ് ചെയ്ത് അതിൽ പഞ്ഞി മുക്കി ഇതിന് സൈഡിൽ വെച്ച് കൊടുക്കും. പക്ഷേ അത് അങ്ങനെ വരുമ്പോൾ വേറൊരു കുഴപ്പമുള്ളത്, മഴക്കാലമൊക്കെ ആണെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ചിലപ്പോൾ ഉറുമ്പൊക്കെ വരും. അപ്പൊ ഇപ്പൊ നമ്മളൊന്നും ചെയ്യണില്ല. ഇവര് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ചെറിയ ചെറിയ പ്രാണിയാണെങ്കിൽ ചെറിയ പുഴു കൊടുക്കും. വലിയ പുഴുവിനെ കിട്ടിയുള്ളൂ എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് മുറിച്ചിട്ട് കൊടുക്കും. അപ്പൊ അവര് ആ നെക്സ്റ്റ് ഡേ തന്നെ, ഇപ്പൊ ഇതിൽ കാണാം നിങ്ങൾക്ക് ഒരു പുഴുവിന് ഇട്ട് കൊടുത്തതാണ്. അതിങ്ങനെ ഒരു കറുത്ത ത്രെഡ് പോലെ കിടക്കുന്നതാണ്. ഇവർ ചെയ്യുന്നത്, നമ്മളിതിനെ പുഴുവിന് ഇട്ട് കൊടുക്കുമ്പോൾ ഇവരാദ്യം തന്നെ അവർക്കൊരു ഒരു മുൻവശത്ത് ഒരു സ്റ്റൈലിൽ ഒരു കൊമ്പുണ്ട്. ആ കൊമ്പ് വെച്ചിട്ട് ഈ പുഴുവിന്റെ സെക്കൻഡ് സെഗ്മെന്റിൽ അവരൊരു ഇഞ്ചെക്ട് ചെയ്ത് ഒരു ടോക്സിക് സബ്സ്റ്റൻസ് അവരുടെ ആ പുഴുവിന്റെ ബോഡിയിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കും. അതോടുകൂടി ഇപ്പോൾ ഈവൻ സെക്കൻഡ് ഡേയിലുള്ള പ്രാണിയാണെങ്കിൽ പോലും ആ പുഴു അപ്പം തന്നെ ആ ടോക്സിൻ ചെല്ലുമ്പോൾ പെടുന്നു ചാവും. പിന്നെ ഇവരെല്ലാവരും കൂടി ആ പുഴുവിന്റെ ഇതിൽ കാണാം സൈഡിലിരുന്ന് അതിന്റെ സാപ്പ് മുഴുവനും സക്ക് ചെയ്തെടുക്കും. അങ്ങനെ സക്ക് ചെയ്തെടുത്തു കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ആ പുഴു ഫുൾ വെള്ളമൊക്കെ വറ്റി ഒരു ചരട് പോലെ ആയിട്ടുണ്ടാവും. അപ്പൊ ഇതിങ്ങനെ 5 സ്റ്റാർ ആണ് ഇതിനുള്ളത്. ആ മോൾട്ടിങ് എല്ലാം കഴിയുമ്പോൾ ഇത് അതിന്റെ അഡൽട്ട് സ്റ്റേജ് ആവും. അഡൽട്ട് സ്റ്റേജ് ആകുമ്പോൾ അവർക്ക് പെട്രി പ്ലേറ്റിൽ ജീവിക്കാൻ പറ്റില്ല, കുറച്ചുകൂടി വലിപ്പം വെക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ മണൽ നന്നായിട്ട് വെയിലത്തൊക്കെ ഇട്ട് ഉണക്കി ക്ലിയർ ആയിട്ടുള്ള മണല് ഒരു പ്ലാസ്റ്റിക്കിന്റെ ഇതുപോലെയുള്ള ട്രേ ബേസിൻ അതിലിട്ടിട്ട് നമ്മൾ തുണി കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് മൂടി വെക്കും. ഇതാണ് ഇതിന്റെ അഡൽട്സ്. ഇവര് നന്നായിട്ട് പറക്കാനൊക്കെ പറ്റുന്നതാണ്, പക്ഷെ ഇവർക്ക് അറിയില്ല. ഇവർക്ക് പറക്കാൻ അറിയുന്നവർക്ക് അറിയില്ല. അതുകൊണ്ട് അവരിവിടെയൊക്കെ ഇങ്ങനെ ജീവിച്ചു പോകും. അപ്പൊ അവർക്ക് മുട്ടയിടാനുള്ള സൗകര്യത്തിനാണ് നമ്മൾ ഇതുപോലെ പേപ്പർ മടക്കി വെച്ചു കൊടുക്കും. അപ്പൊ പേപ്പർ ഇപ്പം നിന്ന് മുട്ടയിട്ടിട്ടില്ല. ഇതിന്റെ ലീഫിന്റെ ഇടയിലൊക്കെയാണല്ലോ സാധാരണ പ്രാണികൾ മുട്ടയിടുക. അപ്പൊ അതിനെ മിമിക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഇതുപോലെ പേപ്പർ മടക്കി വെച്ച് ഈ മണ്ണിൽ ഇങ്ങനെ കുത്തിവെച്ച് കൊടുക്കും. അപ്പൊ അവർ മുട്ടയിടുമ്പോൾ ഇതിന്റെ അടിയിൽ മുട്ടയിടും. ഇങ്ങനെ അപ്പൊ ആ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളത് അവരെ കാണുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഫുൾ അഡൽട്ട് ആവുന്നതിന് മുമ്പ് ഒരു 3 പ്രാവശ്യം നന്നായി പറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വലിച്ചധികം നേരം കണ്ടു കഴിഞ്ഞാൽ ഒരു പറക്കും. ഓക്കെ. അപ്പൊ ഇത് നമ്മൾ ചെയ്യുന്നത് ഫുൾ അഡൽട്ട് ആവുന്നതിന് മുമ്പുള്ള ഒരു സ്റ്റേജില് അതിന് പടവലപ്പന്തല്, പാവൽപ്പന്തല്, നല്ല പുഴുവൊക്കെ ഉള്ള ഒരു ഫീൽഡില് നമ്മൾ ഇതിനെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അവരവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തോളും. എസ്റ്റാബ്ലിഷ് ചെയ്ത് അവിടെ തന്നെ മുട്ടയിട്ട് അവർ പെരുകും. അവിടെയുള്ള എല്ലാ പുഴുക്കളെയും ഈവൻ ബഗിനെ വരെ ഇവർ പിടിച്ചു തരും. പിന്നെ വേറൊരു ഇതുള്ളത് നമുക്ക് പേടിക്കണ്ട എന്ന് പറയുന്നത്, ഇതൊരു ഇൻട്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു പ്രാണിയാണല്ലോ. അപ്പൊ നമ്മുടെ ഒരു ഫീൽഡില് വേറെ ഫീഡൊന്നും കിട്ടാത്ത ഒരു സമയത്ത് ഇവർ കാനിബാളിസം ആണ് പ്രദർശിപ്പിക്കുന്നത്. അപ്പൊ അവര് തമ്മില് ഫീഡ് ചെയ്ത് ആ പോപ്പുലേഷൻ അങ്ങ് പൊക്കോളും. അതുകൊണ്ട് അങ്ങനെയുള്ള ത്രെട്ടൊന്നും നമുക്കില്ല. പിന്നെ നമ്മൾക്ക് യാതൊരു പ്രശ്നവുമില്ല. ചില സ്ട്രെയിൻസിന് കുഴപ്പമുണ്ട്, പക്ഷെ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മളത് റിലയബിൾ സോഴ്സിൽ നിന്ന് വേണം വാങ്ങിച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ഉപയോഗിക്കാനായിട്ട്. നമ്മുടെ നാച്ചുറലി ഇത് ഇവിടെ കാണുന്നതാണ്. നാച്ചുറലി ഇവിടെ കാണുന്നില്ല നമുക്ക്, പക്ഷെ നമ്മുടെ ഫീൽഡിൽ എസ്റ്റാബ്ലിഷ് ചെയ്യിപ്പിക്കാം. ഇതിന്റെ ഹൈദരാബാദിൽ നിന്നാണ് ഇതിന്റെ ഒറിജിൻ എവിടെയാണെന്നുള്ളത് എനിക്കറിയില്ല. ഇതിന് നമുക്ക് കിട്ടിയത് NIPH എന്നാണ് ഇത് കിട്ടിയത്. ഇത് വളരെ ഇഫക്റ്റീവ് ആണ്. നമുക്ക് അവരുടെ ഒരു ഫൈറ്റ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം, വളരെ വിഗറസ് ആയിട്ടാണ്. ഒരു പുഴു ഏതെങ്കിലും വഴിക്ക് പോകണത് ഇവർ ഓടിച്ചത്. നമുക്കറിയാലോ, ഈ രാസ കീടനാശിനികൾ എന്താണെങ്കിലും നമ്മളൊരു ഫീൽഡിൽ സ്പ്രേ ചെയ്യുമ്പോൾ അതിന്റെ ഇലയുടെ അടിയിലോ എവിടെ ഇരിക്കുന്നതിലൊന്നും അത് എത്തില്ല. അപ്പൊ ഇവരാണെന്നുണ്ടെങ്കിൽ അതിനെ സ്മെൽ ചെയ്ത് എവിടെയാണെങ്കിലും ഏതിനുള്ളിലാണെങ്കിലും അങ്ങോട്ട് പോയി അറ്റാക്ക് ചെയ്ത് അതിനെ കൊല്ലും. അപ്പൊ വളരെ സ്പെസിഫിക് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പ്രെഡേറ്റർ ആണല്ലേ. എത്ര ദിവസമാണ് റെയർ ചെയ്യാൻ എടുക്കുന്നത്? ഒരു അഡൽട്ട് ആവാനായിട്ട് 1 month എടുക്കും. പിന്നെ മുട്ടയ്ക്ക് ഇടാനായിട്ട് ഒരു 15 ഡേയ്സിനുള്ള ഒരു 45 ഡേയ്സിനുള്ളിൽ മുട്ടയിട്ട് കാണും. മാഡം, ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ടാർഗറ്റ് ഓർഗാനിസംസ് ഏതൊക്കെയാണ്? ഇതിന്റെ ടാർഗറ്റ് ഓർഗാനിസം കാറ്റർപില്ലേഴ്സ് ആണ്. ഏത് കാറ്റർപില്ലറാണ്. ഹെയറി കാറ്റർപില്ലർ അത്ര പ്രിഫറൻസ് ഇല്ല. ഹെയർ ഇല്ലാത്ത കാറ്റർപില്ലേഴ്സ്, പ്രത്യേകിച്ചും പടവലത്തിലൊക്കെ ലൂപ്പേഴ്സ് ഒക്കെ ഉണ്ടാവും, ഞൊടിയൻ പുഴുക്കൾ ഉണ്ടാവും, അതുപോലെ തടിച്ച പുഴുക്കൾ. എത്ര വലുതാണെങ്കിലും അതാ നമുക്ക് അതിശയം തോന്നും. ഇതിന്റെ ഒരു ഫസ്റ്റ് ഇൻസ്റ്റാർ ആണെങ്കിൽ സെക്കൻഡ് ഇൻസ്റ്റാർ ആണെങ്കിൽ പോലും വലിയ പുഴുക്കളൊക്കെ പുഴു തന്നെ ഇവര് കണ്ടു കഴിഞ്ഞാൽ പേടിച്ച് ഓടുന്നതാണ്. ഇവര് പുറകെ ഓടി നടന്ന് പോയി
ആ ടോക്സിൻ ഇഞ്ചെക്ട് ചെയ്ത് അത്ര വലിയ പുഴുവിനെ ഇവർ കൊന്ന് പിന്നെ എല്ലാ ഇൻസെക്ട്സും കൂടെ ഒരുമിച്ച് വന്ന് അതിന്റെ സാക്ക് സക്ക് ചെയ്ത് അവരെ നിർത്തും. ചീര ഏകദേശം ഫ്ലവർ ചെയ്യാൻ അത് ചീര പോലെയുള്ള ഒരു ചെടിയാണ്. അതിന്റെ എന്താ അതിന്റെ സീഡ്സ് ആണ്. ചീരവിത്ത് പോലെ തന്നെ വെളുത്ത നിറത്തിലുള്ള ചെറിയ ചെറിയ വിത്താണ്. അത് വെറുതെ അതിന്റെ പുറത്തൊരു ഭയങ്കര മ്യൂസിലേജ് ഉണ്ട്. അപ്പൊ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ സോഫ്റ്റ് ആവും. അത് അപ്പൊ തന്നെ സോഫ്റ്റ് ആവും. അത് വെള്ളത്തിൽ വെറുതെ കലക്കി കുടിക്കുക, ജ്യൂസിലിട്ട് കുടിക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാല് വളരെ എന്താ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒന്നും വരില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഡൈവേഴ്സിഫിക്കേഷൻ ആയിട്ടല്ലേ ചീയ പിന്നെ റാഗിയാണ് പറഞ്ഞത്. ലിറ്റിൽ മില്ലറ്റ്, റാഗി, അതൊക്കെ. പിന്നെ റാഗി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇഷ്ടംപോലെ ബാക്കിയുള്ള ജീവജാലങ്ങളുണ്ടല്ലോ, അതിന്റെ അവർക്കും കൊടുക്കാം. നമുക്ക് സീഡ്സ്, നമ്മുടെ പർപ്പസ് ശരിക്കും പറഞ്ഞാൽ സീഡ് പർപ്പസ് ആണ്. കഴിക്കാൻ കൊടുക്കാന്നുള്ളതിനേക്കാളും ഇതിന്റെ കൃഷി വ്യാപിപ്പിക്കാനുള്ള സീഡ്സ് ആൾക്കാർക്ക്. അപ്പൊ അതിനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനിയിപ്പോ ഫസ്റ്റ് ടൈമാണ് അതൊക്കെ ചെയ്യണത്. ഇത് അടതാപ്പ്, എയർ പൊട്ടറ്റോ എന്ന് പറയും. സാധാരണ നമുക്കറിയാം കാച്ചില് അങ്ങനെയുള്ള കിഴങ്ങുകളൊക്കെ മണ്ണിനടിയിലാണ് ഉണ്ടാവുക. ഇത് വള്ളിയായിട്ട് മേലെ കയറി അതിലെ ഓരോ നോഡിലാണ് ഈ അടതാപ്പ് ഉണ്ടാകുന്നത്. പണ്ട് നമ്മൾ ഉരുളക്കിഴങ്ങിന് പകരം ഇതൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നെ ഉരുളക്കിഴങ്ങൊക്കെ വന്നപ്പോൾ ഇത് നമ്മൾ മറന്നുപോയി. അപ്പോൾ ഇത് വേറെ ഈ യൂറിക് ആസിഡ് പ്രോബ്ലത്തിനൊക്കെ നല്ലതെന്നാണ് പറയുന്നത്. കാലിന്റെ മുട്ടുവേദന അതിനൊക്കെ. ശരിക്കും പൊട്ടറ്റോ പോലെ തന്നെ നമുക്ക് തന്നെയായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നോൺ വെജിന്റെ കൂടെ പൊട്ടറ്റോ ഇടുന്ന പോലെ ആ രീതിയിൽ ഉപയോഗിക്കാം. അങ്ങനെ ഭയങ്കര ടേസ്റ്റ് ഒന്നും പറയാനില്ല, പക്ഷെ ഉരുളക്കിഴങ്ങ് പോലെ ഉപയോഗിക്കാം. ഇഷ്ടം പോലെ ഉണ്ടാവും. വള്ളിയിൽ കയറ്റി വിട്ടാൽ മതി, ഏതെങ്കിലും മരത്തിലൊക്കെ കയറ്റി വിട്ടാൽ മതി. ഇങ്ങേ സൈഡില് ചാമയും ഇങ്ങേ സൈഡില് മനുരക്ത നെല്ലുമാണല്ലേ? ഏതാ? ഓക്കെ. അതെവിടെയാണ്? ചീയ എവിടെ? വിത്തുകളാണ്. വിത്ത് ഉൽപാദനത്തിന് വേണ്ടി വിത്തുകൾ ഇവിടെ ഉണക്കി പാക്ക് ചെയ്യാനുള്ള ഇതാണ് കാണുന്നത്. പടവലം, പാവല്, വെണ്ട തുടങ്ങിയ വിത്തുകളെല്ലാം ഇവിടെ തയ്യാറായി വരുന്നു. ഇവിടുത്തെ ഒരു പ്രധാന കീടനിയന്ത്രണ ഉപാധിയായിട്ട് ഉപയോഗിക്കുന്ന താറാവിന്റെ കൂടിനുള്ളിലാണ് നമ്മൾ നിൽക്കുന്നത്. രാവിലെ നമ്മള് തീറ്റ കൊടുത്തിട്ട് ഫീൽഡിലേക്ക് ഇറക്കും. നിങ്ങളിങ്ങനെ കുത്തി 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 പോകുമ്പോ അതോടുകൂടി കള നമ്മളൊരു പാകമാവണ വരെ കളയാൻ ഈ താറാവിന് അങ്ങോട്ടുണ്ട്. അപ്പൊ പിന്നെ അതുങ്ങൾ തന്നെ ഇങ്ങനെ കുത്തി 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 കളയൊക്കെ പറിച്ചിടണം. പിന്നെ നമുക്ക് മുട്ടയെ ഉപകാരപ്പെടും. മുട്ടയൊക്കെ നമ്മൾ പുറത്ത് സെയിൽ ചെയ്യപ്പെടുന്നുണ്ട്. നമ്മളിവിടെ നിൽക്കുന്ന റാഗി കൃഷി ചെയ്തിരിക്കുന്ന തോട്ടത്തിലാണ്. സ്റ്റേറ്റ് സീഡ് ഫാമിന്റെ റാഗി തോട്ടത്തിലാണ് നിൽക്കുന്നത്. ആദ്യമായിട്ടാണ് ഇവിടെ റാഗി ചെയ്യുന്നത്. ഇതിപ്പോ കുറച്ച് 10 സെന്റ് ഉള്ളൂ. ഇപ്പൊ പരീക്ഷണാർത്ഥം ആദ്യമായിട്ട് റാഗി ചെയ്തിരിക്കുന്ന തോട്ടമാണല്ലേ? ഇതിപ്പം എത്ര പ്രായമായിട്ടുള്ള ചീയാണ്? ഇതിപ്പോ 2 മാസമായിട്ടുള്ളൂ. എത്ര നാൾ കൊണ്ട് ഇതിന്റെ വിളവെടുക്കാൻ പറ്റും? അതിനെ പറ്റി എനിക്കറിയില്ല. അത് ഇങ്ങനെ ഞങ്ങള് കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ആദ്യമായിട്ട് അങ്ങനെ ചെയ്തതാണ്. ഒരു വിളയാണല്ലേ? അറിയാൻ പാടില്ല. ഞങ്ങക്ക് മന്ത്രി മിനിസ്റ്റർ എത്തിച്ചു തന്നാണല്ലേ ചീയ സീഡുകൾ. ഈ കാണുന്നതാണ് അതിന്റെ വിത്ത് അല്ലേ? നാടൻ ഇനത്തിൽപ്പെട്ട നെല്ലാണ്. ജൈവ എന്ന് പറയും ഇതിന്റെ പേര്. നെല്ല് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, നല്ല സ്വർണ്ണ നിറമാണ്. പിന്നെ ഇതിന് ഭയങ്കര പൊക്കം കാരണം ഇത്ര ഇതായിട്ട് അർത്ഥടുത്തുണ്ട്. കതിര് മാത്രമാണ് വിളവെടുക്കുന്നത് അല്ലേ? പൊക്ക ഉയരമുള്ളത്. പിന്നെ അധികം ഇതില് കണ്ടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ മിഷ്യത്തിലിട്ട് മെതിച്ച് കഴിഞ്ഞാൽ പോരാനായിട്ടുള്ള ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിന്റെ പേരിൽ അത്രയും നീളത്തിൽ കൊയ്തെടുക്കൂല. നമ്മളിത് പാവലിന്റെ വിത്ത് ഉൽപാദനമാണ് ഇവിടെ നടക്കുന്നത് അല്ലേ? അതുപോലെ മറ്റു പച്ചക്കറികളുടെ വിത്ത് ഉൽപാദനം ഇതുപോലെ ചെയ്യാറുണ്ടോ? പടവലൊക്കെ തീർന്നു. പടവലം കിഴക്ക് ഭാഗത്തായിരുന്നു. അത് പിന്നെ പള്ളത്ത് ഉണ്ട് പടവലം. പിന്നെ അപ്പുറത്ത് വെണ്ടയും മുളകൊക്കെ ഉണ്ട്. ഇവിടുത്തെ ചീരത്തോട്ടം ഇത് വിത്ത് ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നു. ഇവരാണ് ഈ കൃഷിത്തോട്ടം കാക്കുന്നത്. ഇതും ഒരു കമ്പോസ്റ്റ് യൂണിറ്റ് ആണ്.
നാടൻ പശുവിൻ്റെ ചാണകവും മറ്റ് കൃഷി അവശിഷ്ടങ്ങളും ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഒരു കമ്പോസ്റ്റ് യൂണിറ്റാണ് ഇവിടെ കാണുന്നത്. ഇതൊരു കാലാവസ്ഥ നിരീക്ഷണ സംവിധാനമാണ്. സോളാർ ലൈറ്റ് ട്രാപ്പാണ് കാണുന്നത്. കുറച്ച് കഴിയുമ്പോഴേ ഒരു ചുവന്ന തൂവിലുള്ള വെള്ളയും ചുവപ്പുള്ളൊരു ഫുൾ കണ്ടം നിറഞ്ഞിട്ട് വരും. നല്ല രസമാണ്. കുറച്ച് ദിവസം ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞാൽ അവർ പോകും. ഇത് തന്നെ പെസ്റ്റ് കൺട്രോൾ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കുമല്ലോ. ടില്ലറിന്റെ ഒപ്പം നടക്കും ഇവരും താറാവൊക്കെ അങ്ങനെയാ. സൂര്യൻ പടിഞ്ഞാറ് വിളക്ക് വയ്ക്കുന്ന ഈ മനോഹരമായ സായം സന്ധ്യയിൽ ആലുവ സ്റ്റേറ്റ് സീഡ് ഫാമിലെ അതിമനോഹരമായ കാഴ്ചകൾക്ക് ശേഷം നാം ഇപ്പോൾ വിട പറയുകയാണ്. എല്ലാവർക്കും നന്ദി.